ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു സൂം കട്ടൗട്ട് ട്രാൻസിഷനും അതേപോലെ തന്നെ മാസ്കിംഗ് ട്രാൻസിഷനും ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു പ്രിവ്യൂ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ആ രണ്ട് പ്രിവ്യൂസ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ടൈം കളയേണ്ട നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത ക്യാപ്കട്ടിനകത്താണ്. അപ്പോൾ നമ്മൾ നേരെ ജസ്റ്റ് പോയിട്ട് VP കണക്ട് ചെയ്തിട്ട് ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യാം. ക്യാപ്കട്ടിനകത്ത് ന്യൂ പ്രൊജക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ജസ്റ്റ് കട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ടൗട്ട് ട്രാൻസിഷൻ ആഡ് ചെയ്യേണ്ട ഭാഗത്ത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഫ്രീസ് ഫ്രെയിം അടിക്കുക, എന്നിട്ട് അത് ഓവർലേ ആക്കി മാറ്റുക. അതൊക്കെ ഞാൻ ഓൾറെഡി പഴയ വീഡിയോനകത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് പോയി വാച്ച് ചെയ്താൽ മതി. നമ്മളിവിടെ സൂം കട്ടൗട്ട് ട്രാൻസിഷൻ ആണ് ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് ആ ഒരു ഇമേജിന്, അതായത് നമ്മൾ ഫ്രീസ് ചെയ്തിട്ടുള്ള ആ ഒരു ഓവർലേ ഇമേജിന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കട്ടൗട്ട് ഇമേജ് ആക്കി മാറ്റുക. അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ഓട്ടോ റിമൂവ് എന്ന് പറഞ്ഞിട്ട് ടൂൾ ഉണ്ട് ക്യാപ്കട്ടിനകത്ത് തന്നെ. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കസ്റ്റമൈസ് കട്ടൗട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ നമുക്ക് കസ്റ്റമായിട്ട് ആ ഒരു കട്ടൗട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. എന്നാലും നിങ്ങൾ ആ ഒരു കട്ടൗട്ട് സെറ്റ് ചെയ്ത് വെച്ച ശേഷം നിങ്ങളൊരു പ്രോപ്പറായിട്ട് ഒരു ഗ്രാഫും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൂം കട്ടൗട്ട് ട്രാൻസിഷൻ അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസിഷൻ്റെ എൻഡിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്താൽ മതി. കീ ഫ്രെയിമിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതിനകത്ത് നമ്മൾ സൈഡിലോട്ടോ അല്ലെങ്കിൽ ടോപ്പിലോട്ടൊക്കെയാണ് കൊണ്ടുവച്ചത്. ഇതിനകത്ത് നമ്മൾ അതിൻ്റെ സൈസ് കുറച്ച് ചെറുതാക്കി വെക്കുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോഴാണ് നമുക്കൊരു പോപ്പപ്പ് ആയിട്ട് വരുന്ന പോലത്തെ ഒരു കട്ടൗട്ട് ട്രാൻസിഷൻ ഇതിനകത്ത് ആളായി കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഒരു മാസ്കിംഗ് ട്രാൻസിഷൻ എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ജസ്റ്റ് ഒരു വൈറ്റ് ലൈൻ വന്നിട്ട് പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു മാസ്കിംഗ് ട്രാൻസിഷൻ എല്ലാ വീഡിയോസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു മാസ്കിംഗ് ട്രാൻസിഷനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ മാസ്കിംഗ് ട്രാൻസിഷനിൽ രണ്ടാമത് വരേണ്ട വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഓവർലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓവർലേ ആക്കിയിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഈ ഒരു ക്ലിപ്പ് കഴിഞ്ഞാലും വേറെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ വേണം. ഞാൻ ജസ്റ്റ് ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഓവർലാക്കി മാത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. എന്നിട്ട് രണ്ടാമത്തെ ക്ലിപ്പും ജസ്റ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് മാസ്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. രണ്ടിൽ നിന്ന് റൈറ്റ് സൈഡിലുള്ള ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ട്രാൻസിഷൻ വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ -90 ഡിഗ്രിയും, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ +90 ഡിഗ്രിയും ഇതേപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഇത് ആനിമേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഫസ്റ്റത്തെ കീ ഫ്രെയിമിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ കീ ഫ്രെയിം ആഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ആ ഒരു യെല്ലോ ലൈൻ ഉണ്ടല്ലോ, ഒരു ലൈന്, അത് നിങ്ങൾ ഏത് സൈഡിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ കൊണ്ടുവെക്കുക. എന്നിട്ട് രണ്ടാമത്തെ കീ ഫ്രെയിം ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് യെല്ലോ ലൈന് കീ ഫ്രെയിം തുടക്കത്തിൽ ആഡ് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ കീ ഫ്രെയിം നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓവർലേ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓവർലാക്കി സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ സെലക്ട് ചെയ്തിട്ട് ആ ഒരു യെല്ലോ ലൈന് വീഡിയോൻ്റെ എൻഡിൽ കൊണ്ടുവെക്കുക. ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ ജസ്റ്റ് മറ്റേ വീഡിയോ കാണുന്ന രീതിയിലും കൂടെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസിഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കീ ഫ്രെയിമിൻ്റെ ഡ്യൂറേഷൻ കുറച്ചാൽ മതി. പെട്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വിടുന്ന ചാനൽ സബ്ബും കൂടെ ചെയ്ത് വെക്കുക. അപ്പോൾ ഇനിയും ഇതേപോലത്തെ ട്യൂട്ടോറിയലായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.